ഈ മന്ത്രി എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് ഇതിൽ മറുപടി പറയേണ്ടത്. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അതിന്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ഉത്തരം അതേപടി പറയലാണോ മന്ത്രിയുടെ ജോലി? നിയമസഭയിൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്, നിയമസഭയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം താഴെ നിന്ന് വരുന്നതാണ്, ശരിയാണ്. ഉത്തരം പറയുന്നത് ആരാണ്? മന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. പറയുമ്പോൾ നിയമസഭയിൽ അത് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും മന്ത്രിക്കാണ്. മിനിസ്റ്ററാണ് പറയുന്നത് നിയമസഭയോട്, നാടിനോട് പറയുന്നത് ഇതാണ് കാര്യം. അപ്പോൾ തനിക്ക് കള്ളമാണ് തരുന്നുണ്ടെങ്കിൽ ആര് കള്ളം തന്നാലും അതുപോലെ ആ ഉത്തരം തയ്യാറാക്കി കൊടുക്കുന്ന മന്ത്രി പിന്നെ ആ മന്ത്രിപദത്തിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അല്ല, മന്ത്രി പറയുന്നത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്, മന്ത്രി എല്ലാവരും മറുപടി പറയേണ്ടതെന്ന്. ദേവസ്വം ബോർഡ് വിശദീകരിക്കണം. ഇപ്പൊ തെറ്റാണെന്ന് വന്നിരിക്കുന്നത് മന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉത്തരവാണല്ലോ തെറ്റാണെന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ തെറ്റായ ഉത്തരം ദേവസ്വം ബോർഡ് തന്നാൽ ആ തെറ്റായ ഉത്തരം ഒന്ന് പരിശോധിക്കാൻ മന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നോ? ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ടാണോ മന്ത്രി ഉത്തരം പറഞ്ഞത്? പിന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മന്ത്രി പറഞ്ഞെന്താണ്? ഇതെല്ലാം ഗവൺമെന്റ് നടത്തുന്നതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കേട്ടതാണ് മന്ത്രി പറയുന്നത്. ഗവൺമെന്റ് പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി നടത്തിയതാണ്. അതിന്റെ കണക്കെടുപ്പ് ഭജന പാടിയതിനൊക്കെ തന്നെ കള്ളക്കണക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അയ്യപ്പന്റെ പേരിൽ ഭജന പാടിയതിനെ കള്ളക്കണക്കുണ്ടാക്കുക പറഞ്ഞാൽ ഇത് കേട്ടുകേൾവി പോലും ഉണ്ടോ? ഇത് ഇതിനെപ്പുറം ലജ്ജ പോലെ എന്താ ഉള്ളത്? അല്ല, രാജിവെക്കണമെന്ന് പറയേണ്ട കാര്യമില്ല, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ജനം അടിച്ച് പുറത്താക്കാൻ നിൽക്കുകയല്ലേ? അല്ലെ, രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഉളുപ്പുള്ളവരല്ലേ രാജിവെക്കുള്ളൂ, ഉളുപ്പില്ലാത്തവർ രാജിവെക്കുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങൾ മനസ്സിലാക്കുകയല്ലേ. നിയമസഭയിൽ ഉത്തരം പറയുക, ഉത്തരം തെറ്റാണെന്ന് കണ്ടാൽ പറയാം അത് ദേവസ്വം ബോർഡിന്റെ കുറ്റമാണെന്ന് പറയാം. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതെല്ലാം ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നതാണ്, അതിന്റെ മേനി മുഴുവൻ സർക്കാരിനുള്ളതാണെന്ന് പറയാം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ സുഹൃത്ത് വേദനിപ്പിക്കുന്ന കാര്യം അയ്യപ്പന്റെ പേരിൽ ഇത്ര കൊള നടത്തുക, അതും വളരെ നീചമായ രീതിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു സർക്കാരും വെച്ചു പൊളിപ്പിക്കുന്ന കാര്യമായിരുന്നില്ല. ഇവരുടെ കീഴിൽ എന്തും നടക്കുന്നതിന് തെളിവാണില്ല. ഇതിനെതിരായിട്ട് ജനരോഷമുണ്ടാകും. ഇവരെ അടിച്ചു പുറത്താക്കുന്ന കാലം വിദൂരമല്ല.